എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വേദന നിറഞ്ഞ ഒരനുഭവം, ഇങ്ങനെയൊരു സാഹചര്യം ഇന്നേ വരെ ഞാൻ നേരിട്ടിട്ടില്ല. എൻ്റെ മനസ്സ് നിറയെ ഇപ്പോൾ വേദനയാണ്, തീരാവേദന മാത്രം. എന്തിനാണ് എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതയാത്രയിൽ ആളുകൾ ഇത്രയും ആവേശത്തോടെ എന്നെ കാണാൻ വരുന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. അവർക്കെൻ്റെ മേലുള്ള സ്നേഹം, അവർക്കെൻ്റെ മേലുള്ള വാത്സല്യം, വിശ്വാസം. ആ സ്നേഹത്തിനും വാത്സല്യത്തിനും വിശ്വാസത്തിനും ഞാൻ എപ്പോഴും കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഈ യാത്രയിൽ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഉപരിയായി ജനങ്ങളുടെ സുരക്ഷ, അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തരുത് എന്ന ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും വളരെ ആഴത്തിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ചിന്ത കാരണമാണ് ഈ രാഷ്ട്രീയ കാരണങ്ങളെല്ലാം ഒഴിവാക്കി മാറ്റിവെച്ച് ജനങ്ങളുടെ സുരക്ഷ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതും അത്തരം സ്ഥലങ്ങൾ നോക്കി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെർമിഷൻ ചോദിക്കുന്നതും. അതൊരു അപേക്ഷയായിട്ടാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഞാനൊരു മനുഷ്യനല്ലേ. ആ സമയത്ത് അത്രയും പേർക്ക് പരിക്കേൽക്കുമ്പോൾ എനിക്കെങ്ങനെ ആ സ്ഥലത്ത് നിന്ന് പോരാൻ കഴിയും? എനിക്ക് തിരിച്ചങ്ങോട്ട് പോകണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ അതൊരു കാരണമാക്കി അവിടെ കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങളോ മറ്റ് അപകടങ്ങളോ ഉണ്ടാകരുത് എന്നതിനാലാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. ഞങ്ങളത് മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയതാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ദുരിതത്തിലായിരിക്കുന്ന ഇത്രയും കുടുംബങ്ങളോട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത ദുഃഖം, അതെങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയില്ല. എനിക്കറിയാം, എന്ത് പറഞ്ഞാലും ഇതിനൊന്നും പകരമാവില്ല എൻ്റെ വാക്കുകൾ. ആശുപത്രിയിൽ ചികിത്സയിലുള്ള എല്ലാവരും പെട്ടെന്ന് സുഖമായി തിരിച്ചു വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിവേഗം ഞാൻ നിങ്ങളെല്ലാവരെയും വന്ന് കാണും. ഈ സമയത്ത് ഞങ്ങളുടെ വിഷമതകളും ഞങ്ങളുടെ സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച രാഷ്ട്രീയ പാർട്ടികളിലെ സുഹൃത്തുക്കൾക്കും നേതാക്കൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഏകദേശം 5 ജില്ലകളിൽ പ്രചാരണത്തിന് പോയിരുന്നു. ഇതുപോലെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കരൂരിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ജനങ്ങൾക്ക് എല്ലാ സത്യവും അറിയാം. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരൂരിൽ തന്നെ ചേർന്ന ആളുകൾ ആ സത്യങ്ങളെല്ലാം പുറത്തു പറയുമ്പോൾ ദൈവം നേരിട്ട് വന്ന് ആ സത്യങ്ങളെല്ലാം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഉടനെ തന്നെ വേഗത്തിൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് പോയി ഞങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് ജനങ്ങളോട് സംസാരിച്ചു എന്നൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറം ഒരു തെറ്റും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. സുരക്ഷ ഒരുക്കേണ്ടവർ തന്നെ ഞങ്ങൾക്കെതിരായി മാറുന്നു. നീതി നൽകേണ്ടവർ തന്നെ നീതി നിഷേധിച്ചു. എൻ്റെ പാർട്ടിയിലെ ഭാരവാഹികൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ മേൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അവർ. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ, എനിക്ക് പ്രിയപ്പെട്ടവർ, അവരുടെ മേലെല്ലാം അവർ കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓരോരുത്തരായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സൗഹാർദ്ദത്തോടു കൂടി പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെങ്കിൽ എന്നെ എന്തും ചെയ്തോളൂ. എന്നെ മാത്രം എന്തു വേണമെങ്കിലും ചെയ്തോളൂ. അവരുടെ മേൽ കൈവയ്ക്കരുത്. ഞാൻ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഓഫീസിലുണ്ടാവും. എന്നെ എന്തും ചെയ്തോളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ,
നമ്മുടെ രാഷ്ട്രീയ യാത്ര ഇനിയും ശക്തമായി കൂടുതൽ ധൈര്യത്തോടെ തുടരുക തന്നെ ചെയ്യും. പിന്മാറില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു യാത്ര തുടരുക തന്നെ ചെയ്യും.